എന്റെ അച്ഛൻ നിങ്ങളെ അന്ധമായിട്ട് സ്നേഹിക്കുന്നു. അതാ നിങ്ങളുടെ ആയുധം. ആ ആയുധം കൊണ്ട് ഇവള് പോര് തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ആ ആയുധം വെച്ചാണ് ഇവള് കള്ളക്കഥയുണ്ടാക്കി എന്നെ പ്രതാപേട്ടനെ തമ്മിൽ അകറ്റിയത്. എന്റെ ആങ്ങളയുടെ ഭാര്യയും മകളുമായിട്ട് നീയൊക്കെ ജീവിക്കൂന്ന് കരുതണ്ടടി. അതിന് ഞാൻ സമ്മതിക്കില്ല. എന്നാ നിങ്ങളുടെ ആങ്ങളെയും വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും പോ. ഇവിടെ ജീവിക്കാന്ന് വിചാരിക്കണ്ട. ഇത് ഞങ്ങളുടെ വീടാ. എന്റെ അപ്പൂപ്പന്റെ സമ്പാദ്യം. കണ്ടവരുടെ വീട്ടിൽ വന്ന് കിടന്ന് അവരുടെ എച്ചില് കഴിക്കാൻ നിങ്ങൾക്ക് മകനും നാണമില്ലേ? എന്റെ അമ്മ കൂടൊന്ന് വന്നോട്ടെ, നിന്നെ ജീവനോടെ കുഴിച്ചു മൂടും. അതിനു മുൻപേ പ്രതാപനെ ഞാനൊരു കടവിലടുപ്പിച്ചിരിക്കും. പ്രതാപനെ കടവിലടുപ്പിക്കാൻ പ്രതാപനെന്താ കച്ചവടക്കാരനോ? ഒന്ന് പോടി നിന്ന് ചിലക്കാതെ. നീയേ മകളെയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പരക്കം പായുന്നതേ ഞാൻ കാണിച്ചു തരാം. പ്രതാപനും സംയുക്തയും തമ്മിലുള്ള കല്യാണം ഈ അംബികാവർമ്മ നടത്തിയിരിക്കും. നിങ്ങള് കല്യാണ ബ്രോക്കറും ആയോ? അമ്മേ, ഇവര് ബ്രോക്കർ ജോലിയും തുടങ്ങിയെന്ന്. ഇനി ഇവൾക്കും മകനും അതൊക്കെ ഇല്ലാതെ മറ്റു മാർഗവും ഇല്ല. ആ തൊഴിൽ അന്തസ്സായിട്ട് ചെയ്യുന്നവരുണ്ട്. അവരെ നീ നാറ്റിക്കരുത്. ഉരി നിറങ്ങിപ്പോടി നാശം പിടിച്ചവളെ. അംബികയ്ക്ക് എന്തോ ദുരുദ്ദേശമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. മോനെ പ്രതാപ, ഞാനൊരു കാര്യം പറയാനാ വന്നത്. നീ അത് സീരിയസ് ആയിട്ട് എടുക്കണം. എന്തേശി? ഒത്തിരി ആലോചിച്ചിട്ടാ ഞാൻ ഈ കാര്യം നിന്റെ മുന്നിൽ വന്ന് പറയുന്നേ. ചേച്ചി പറയേ. പത്മയെ പുഷ്പം പോലെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റും. അതോടെ നിന്റെ ജീവിതത്തില് അതൊരു സമാധാനം ആവുകയും ചെയ്യും. അതൊരു അഭിമാന പ്രശ്നമായിട്ടൊന്നും നീ കരുതേ വേണ്ട. ചേച്ചി ഇപ്പോഴും കാര്യം എന്താന്ന് പറഞ്ഞില്ല. നീയേ സിസ്റ്റർ പവിത്രയെ വിവാഹം കഴിക്കണം. അമ്പടാ, കൊള്ളാലോ. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ സിസ്റ്റർ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അവരെനിക്ക് എന്റെ പെങ്ങളെ പോലെയാ. പിന്നെ പെങ്ങള്, ലോകത്തുള്ള ആണുങ്ങൾക്കെല്ലാം പെണ്ണുങ്ങള് പെങ്ങന്മാരായ കഴിഞ്ഞു. അവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല ചേച്ചി. എന്നാലേ അവള് നിന്നെ കാണുന്നത് അങ്ങനെയല്ല. എങ്ങനെ? അവൾക്ക് നിന്നിലൊരു പ്രതീക്ഷയുണ്ട്. നിന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹവുമുണ്ട്. എന്നാ അവരെ പറഞ്ഞ് തിരുത്തണല്ലോ ചേച്ചി. തിരുത്തുവൊന്നും വേണ്ട. നീയേ പവിത്ര അങ്ങ് കല്യാണം കഴിക്ക്.